എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവിലെ ഇന്നത്തെ വിശേഷങ്ങൾ അടിപൊളിയാണ് കേട്ടോ. വർഷയുടെ അമ്മ മഹിമയുടെ അഹങ്കാരം ഇന്ന് അല്പം കൂടിപ്പോയോ എന്ന് നമുക്ക് തോന്നിപ്പോകും. വഴിയിൽ വെച്ച് രേവതിയെ തടഞ്ഞു നിർത്തി ആകെ ബഹളമായിരുന്നു. നിൻ്റെയൊക്കെ സ്റ്റാറ്റസ് എന്താടി എന്നൊക്കെ ചോദിച്ച് രേവതിയെ പച്ചയ്ക്ക് അധിക്ഷേപിക്കുകയാണ് കേട്ടോ മഹിമ. വർഷയുടെ പണം തട്ടാനാണ് രേവതിയുടെ കുടുംബം നോക്കുന്നത് എന്നൊക്കെ കേട്ടപ്പോൾ രേവതിയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാണെന്നും ആരുടെയും പണം ഞങ്ങൾക്ക് വേണ്ടെന്നും രേവതി കട്ടയ്ക്ക് തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. എന്തായാലും ആ സീൻ കണ്ടപ്പോൾ രേവതിക്ക് ഒരു കയ്യടി കൊടുക്കാനൊക്കെ നമുക്ക് തോന്നിപ്പോട്ടോ. പക്ഷേ ഇതിനിടയിലാണ് നമ്മുടെ സച്ചിയുടെ എൻട്രി. സച്ചി ഇത് കാണുമെന്ന് മഹിമ വിചാരിക്കുന്നേ ഇല്ല. സച്ചിയുടെ മുന്നിൽ വെച്ച് രേവതി ഒന്നും മിണ്ടാതിരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും സച്ചി കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. കാരണം രേവതിയുടെ കൂടെ ഒരു പെണ്ണും കൂടി ഉണ്ടായിരുന്നല്ലോ അവർ പറഞ്ഞിട്ട്. തൻ്റെ പെണ്ണിനെ ആരെങ്കിലും വന്ന് വിരട്ടിയാൽ സച്ചി മിണ്ടാതിരിക്കില്ലെന്ന് നമുക്കൊക്കെ അറിയാലോ. മഹിമയ്ക്ക് നേരെ സച്ചി ആഞ്ഞടിക്കുകയാണ്. പക്ഷേ ഇതിൽ തമാശ എന്താണെന്നോ, ഈ മഹിമയെ ഇളക്കി വിട്ടത് സച്ചിയുടെ സ്വന്തം അമ്മയാണേ. മഹിമയെ ചാവി കൊടുത്ത് രേവതിയുടെ അടുത്തേക്ക് വിട്ടത് ഈ അമ്മയാണെന്ന് അറിഞ്ഞാൽ സച്ചി എന്തായിരിക്കും കാണിച്ചു കൂട്ടുന്നത്? ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ശ്രുതിയുടെ അമ്മ വിമലേച്ചിക്ക് വലിയൊരു ആപത്ത് സംഭവിക്കുകയാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കെ അമ്മ തലകറങ്ങി വീണ് ഭാഗ്യത്തിന് അയൽവാസി കണ്ടതുകൊണ്ട് വേഗം ആശുപത്രിയിൽ എത്തിച്ചു. മൈൽഡ് അറ്റാക്ക് ആണെന്നാണ് ഡോക്ടർ പറയുന്നത്. നല്ല മാനസിക വിഷമം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഇനി അമ്മയെ ഒറ്റയ്ക്കാക്കരുത്